വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് കംപ്ലയിൻറ്റ് ചില സമയങ്ങളിൽ കൂളൻറ്റിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ വാർണിംഗ് ലൈറ്റ് സം ടൈം വരണമെന്നാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എഞ്ചിൻ ഓയിൽ ഇച്ചിരി കുറവായിരുന്നു. കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലോണം കുറവ് തന്നെയാണ്. ഏകദേശം ഇതിന് 6.9 ലിറ്റർ എഞ്ചിൻ ഓയിൽ കപ്പാസിറ്റി വരുന്നുണ്ട്. അതിൽ ഏകദേശം ഒരു 1.5 ലിറ്റർ ആ റേഞ്ചിലൊക്കെ ഉള്ളൂ. ആ സമയത്ത് ഫ്യൂൽ പ്രഷർ ഒന്ന് ഹെഡിലേക്കും ബ്ലോക്കിലേക്കും കയറി കഴിഞ്ഞാൽ സമ്പിൽ പിന്നെ ഓയിൽ ഉണ്ടാവില്ല. ആ വീഴുന്ന ഓയിൽ മാത്രമേ കിട്ടുള്ളൂ. ചില സമയങ്ങളിൽ റെഡ് ലൈറ്റ് വാർണിംഗ് ലൈറ്റ് തെളിഞ്ഞുകൊണ്ടിരിക്കും. ഇതിൽ കംപ്ലയിൻറ്റ് ഉണ്ടായിരിക്കുന്നത് ടാപ്പറ്റ് കവർ പൊട്ടിയിട്ട് അതിൽ നേരത്തെ പൊട്ടിയിട്ട് അതിൽ ആ പൊട്ടിയ പീസ് തന്നെ വെച്ചിട്ട് MCL കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഒരിക്കലും നമ്മൾ ഈ ഹെഡ് അല്ല, ഏത് ഓയിൽ ലീക്കാണെങ്കിലും ശരി, കൂളൻ്റ് ലീക്കാണെങ്കിലും ശരി, നമ്മൾ ഒപ്പിക്കുന്ന പണി അതിനകത്ത് ചെയ്യരുത്. ഒപ്പിച്ചാലും അത്രയും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള വർക്കായിരിക്കണം അതിനകത്ത് ചെയ്യുന്നത്. ഇല്ലാതെ പക്ഷം നമുക്ക് നോക്കാം എന്നുള്ള രീതിക്കുള്ളൊരു വർക്ക് എഞ്ചിൻ ഓയിലിലും കൂളൻ്റിലും ചെയ്യാനേ പാടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇതൊന്നും നമുക്ക് ശ്രദ്ധിക്കാനേ പറ്റില്ല. എന്താ വെച്ചാൽ ഓയിൽ കംപ്ലീറ്റ് ലീക്കൗട്ടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിൻ സീസാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൂളൻ്റ് ലീക്കായി പോയി കഴിഞ്ഞാലും സീസാകാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല ഇത് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും. വാർണിംഗ് ലൈറ്റ് വരുമ്പോഴായിരിക്കും നമ്മളത് ശ്രദ്ധിക്കുന്നത്. പക്ഷേ വാർണിംഗ് ലൈറ്റ് വരുമ്പോൾ ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണമെന്നില്ല. ഒരു പക്ക ഡ്രൈവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും മീറ്ററിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനൊക്കെ നമ്മൾ മീറ്ററിൽ ഒരു പ്രാവശ്യം ഒന്ന് നോക്കും. പക്ഷെ ആ നോക്കാത്ത ആൾക്കാർ ഇപ്പോൾ ഡ്രൈവിങ്ങിൽ മാത്രം പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ശ്രദ്ധിക്കില്ല. വണ്ടി പിടിച്ച് നിന്നതിന് ശേഷമായിരിക്കും, നമ്മൾ ഓഫ് ആയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂളൻ്റ് അതുപോലെ എഞ്ചിൻ ഓയിലുള്ള കാര്യങ്ങൾ ചെറിയ ലീക്കാണെന്നുണ്ടെങ്കിലും അത് പക്ക ക്ലിയർ ചെയ്യുക, അത് ജെന്യൂനായിട്ട് ക്ലിയർ ചെയ്യുക. അതല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ വാൾക്കർ കണ്ടോ, ഇത്രയും ലീക്ക് പൊട്ടിയിരിക്കുകയാണ്. ഈ പീസ് പൊട്ടിയിട്ട് പോയിട്ട് ആ പീസ് അവിടെ വെച്ചിട്ട് MCL വെച്ചിരിക്കുകയാണ്, കണ്ടില്ലേ? അപ്പോൾ അത്രയും ലീക്ക് എഞ്ചിൻ ഓയിൽ കംപ്ലീറ്റും പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. റണ്ണിങ്ങിൽ തന്നെ അതിൽ മൊത്തം പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നോസിൽ വരുന്ന ഭാഗമാണ് ആ ഹോള് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നും ഈ ടാപ്പ് കവറിൽ അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ചെയ്യാതിരിക്കും. പിന്നെ പലപ്പോഴും പല വണ്ടിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഓയിൽ ഡമ്മികളിലൊക്കെ MCL വെച്ചിട്ട് അടച്ചു വിടും. അതുപോലെ തന്നെ ഈ റേഡിയേറ്ററിൽ മെയിനായിട്ട് ഇത് പെട്ടെന്ന് പൊട്ടും. ഇത് മുട്ടിയാൽ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് MCL വെച്ച് അത്ര വണ്ണത്തിൽ MCL വെച്ചിട്ട് സെറ്റ് ചെയ്ത് വിടും. പക്ഷേങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൽ MCL പിടിക്കില്ല. ഒന്നില്ല, ഇതൊക്കെ ഒന്ന് റഫാക്കിയതിന് ശേഷം പിടിപ്പിക്കണം. അല്ലാതെ എങ്ങനെ വെച്ചിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും MCL ഇതിനകത്ത് പിടിക്കില്ല. MCL നിങ്ങൾ വെച്ചിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഇളക്കി നോക്കുക, അത് കടയോടെ കൂടി പൊട്ടി വരും. ഒരിക്കലും ഇതിനകത്ത് MCL പിടിക്കില്ല. അതിന് ജെന്യൂനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഒപ്പിക്കുന്ന പണികൾ MCL മറ്റേ ഗ്ലൂകൾ അങ്ങനെയുള്ള ഒന്നും ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് തന്നെ സീസാകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ പൊട്ടിയിട്ട് കസ്റ്റമർ നോക്കുന്നത് കൊണ്ട് ഓക്കെ, നോക്കിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് എഞ്ചിൻ പിടിക്കും. ഈ ഇന്നോവയുടെയൊക്കെ ടൊയോട്ടയുടെ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ മണി വരില്ല, മനസ്സിലായില്ലേ? കമ്പനിയിലൊക്കെ എഞ്ചിൻ മണിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പ്രയാസമാണ്. എന്താ വെച്ചാൽ ഇതൊക്കെ ഏകദേശം ഒരു 7 ലക്ഷം 8 ലക്ഷം 10 ലക്ഷം കിലോമീറ്റർ വരെ സുഖമായിട്ട് ഓടുന്ന വണ്ടികളാണ്. ഈ ഒരു ചെറിയൊരു കാരണം കൊണ്ട് എഞ്ചിൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ 50,000 60,000 രൂപ ചിലവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിലും ചെറിയ ലീക്കാണെങ്കിലും ശരി, അത് കസ്റ്റമറാണെങ്കിലും ശരി, നമ്മൾ എഞ്ചിൻ റൂം ഇടയ്ക്കൊന്ന് മാസത്തിൽ ഒരിക്കൽ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ എവിടെയെങ്കിലും ലീക്കിൻ്റെ അംശം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയമുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ലീക്കോ അല്ലെങ്കിൽ വാട്ടർ ലീക്കോ അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ എന്നുണ്ടെങ്കിൽ ഷോറൂമിൽ ഒന്ന് കാണിക്കുക. ചെറിയ കാര്യം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അത് ക്ലിയർ ചെയ്യാനായിട്ട്, അത് ചിലപ്പോൾ വലിയ കാര്യത്തിലേക്ക് പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മാസത്തിലൊരിക്കലെങ്കിലും ബോണ്ട് തുറന്നൊക്കെ. ചില കസ്റ്റമർ നമ്മളിപ്പോൾ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി സർവീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ അടുത്ത സർവീസിന് കമ്പനിയിൽ വരുമ്പോഴായിരിക്കും ബോണ്ട് തുറക്കുന്നത്. അതുവരെ ബോണ്ടേ തുറന്ന് നോക്കില്ല. ചില വണ്ടികൾക്ക് ആവശ്യമില്ല, അത് പക്കയായിരിക്കും. പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലത് തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആർക്കും അബദ്ധം പറ്റാം, തെറ്റുകൾ പറ്റാം. അപ്പോൾ നമ്മളൊന്ന് വണ്ടിയുള്ള ആൾക്കാരൊന്ന് മാസത്തിൽ ഒന്നര മാസത്തിൽ അല്ലെങ്കിൽ 2 മാസത്തിലൊന്ന് ബോണ്ട് തുറന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കുക വണ്ടിയുടെ അവസ്ഥകൾ. അപ്പോൾ നമുക്കും ഒരു കംഫർട്ടാണ് വണ്ടി ഓടിക്കുമ്പോൾ. നമ്മുടെ വണ്ടിയിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിക്ക് നമുക്ക് ഓടിക്കാൻ കഴിയും. അല്ലാത്ത പക്ഷം ഇങ്ങനെ ചെറിയ ലീക്ക് വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ചെറിയ എന്ത് ലീക്കാണെന്നുണ്ടെങ്കിലും അപ്പം തന്നെ അറസ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ യൂസർ എടുക്കാനാണ് അത് വാൾക്കോർ അത് നമ്മളിപ്പോൾ യൂസർ കിട്ടിയിട്ടില്ല സാധനം, അതെടുത്തിട്ട് വന്ന് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം. ഇതിലിപ്പോൾ സെറ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. ഇതിൻ്റെ ചുറ്റുപോൾട്ടൊന്ന് അഴിക്കുക, അതുപോലെ ഈ നോസിലിൻ്റെ പൈപ്പ് ലൈനും പിടിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും നോസിലൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അതുകൂടെ കയറി വന്നോളും. വേറെ അഴിക്കാനോ ഒന്നും വലിയ പ്രയാസമൊന്നുമില്ല. മുകളിൽ 2-3 പൈപ്പ് ലൈൻ ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ആ വാൾക്കർ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അത് എങ്ങനത്തെ ആണെന്നുള്ളത് എന്താണെന്നുള്ളത് ഞാൻ അതിനകത്ത് കാണിച്ചു തരാം. നമുക്ക് ഇതിൻ്റെ ടാപ്പറ്റ് കവർ ഇപ്പോൾ വന്നിട്ടുണ്ട്. യൂസ്ഡാണ് വന്നിരിക്കുന്നത്.
ഇതിപ്പോൾ ഒറിജിനൽ നമുക്ക് കിട്ടാനില്ല പുറത്ത്. ഒറിജിനൽ നല്ല വിലയുണ്ട്. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ മാർക്കറ്റിൽ നിന്ന് യൂസ്ഡ് സാധനമാണ് മേടിച്ചിരിക്കുന്നത്. ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല, പക്കാ സാധനമാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിത് അതിനകത്ത് കയറ്റാം. ഇതിൻ്റെ വാൾക്കോർ പാക്കിങ് ഇത് തന്നെ ഇടാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല, സ്മൂത്തായിട്ട് തന്നെ ഉണ്ട്, ഹാർഡായിട്ടില്ല, ഉണ്ടല്ലേ, സ്മൂത്ത് തന്നെയാണ്. അപ്പോൾ ഇത് തന്നെ വെച്ച് നമുക്ക് കയറ്റാം. ഇതിനകത്ത് അധികം നമുക്ക് പേസ്റ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പേസ്റ്റ് ഇടേണ്ട ഭാഗങ്ങൾ ഈ 2 ജോയിൻറ്റ് ഇതുണ്ടോ, ഈ ജോയിൻറ്റ് അതുപോലെ ഈ കോർണർ, പിന്നെ ബാക്കിലും അതുപോലെ ഒരു 2 ജോയിൻറ്റ് വരുന്നുണ്ട്. ആ ഭാഗത്ത് മാത്രം നമുക്ക് ഇതിനകത്ത് പേസ്റ്റ് ഇട്ടാൽ മതി. ബാക്കി നമുക്ക് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യാം. വേറെ പേസ്റ്റോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബീഡിങ് പാക്കിങ് നല്ല പാക്കിങ് ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ ഇതിനകത്ത് കയറ്റാം. ഇന്നോവയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വാൾക്കർ കംപ്ലീറ്റ് ആയിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നോസിലൊന്ന് എയർ എടുക്കണം. ഏതെങ്കിലും ഒരു നോസിൽ മാത്രം പൊട്ടിച്ചാൽ മതി, 4 ബ്ലീഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഈ ബോൾട്ട് മാത്രം പൊട്ടിച്ചിട്ട് എയർ എടുത്ത് വിട്ടിട്ടുണ്ട്. എയർ എടുത്ത് വിട്ട് കപ്ലർ കൊടുക്കാതെയും കൊടുത്തിട്ട് എയർ എടുത്ത് വിടാൻ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് ബുദ്ധിമുട്ടില്ല. ഇന്നോവയ്ക്ക് അതൊരു ബുദ്ധിമുട്ടോ ബ്ലോക്ക് ആകുക ഒന്നും ചെയ്യില്ല, ലോക്ക് ആവുകയൊന്നും ചെയ്യില്ല. എങ്ങനെ വേണമെങ്കിലും എടുത്ത് വിടാം. അപ്പോൾ നമ്മൾ ബ്ലീഡ് എടുത്തിട്ട് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ കയറ്റാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൾ പാനലാണ് കയറ്റാനുള്ളത്. കൗൾ പാനൽ കയറ്റുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഗ്ലാസിൻ്റെ ഈ സൈഡ് മണ്ണുണ്ടാവും, കണ്ടില്ലേ, ഞാനിപ്പോൾ അവിടെ ക്ലീൻ ചെയ്താണ്, ഈ ഭാഗത്ത് ക്ലീൻ ചെയ്തില്ല. ഈ മണ്ണ് നമ്മൾ തിരിച്ച് കയറ്റുമ്പോൾ എപ്പോഴും ക്ലീൻ ചെയ്ത് കയറ്റുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റണ്ണിങ്ങിൽ ചെറുതായിട്ട് കിറ് എന്നുള്ളൊരു സൗണ്ട് ഫ്രണ്ടിൽ നിന്ന് വരും. ഈ ഒരു കാരണം കൊണ്ട്, മണ്ണ് ഇരിക്കുന്നത് കൊണ്ട്. എന്താ വെച്ചാൽ ആ കൗൾ പാനൽ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്ന സമയത്ത് ആ മണ്ണും പൊടിയോ ആയിരിക്കുമ്പോൾ ഒരു കിറ് എന്നുള്ളൊരു സൗണ്ട് വരും. ഉള്ളിലേക്ക് നല്ലോണം ഇറിറ്റേറ്റിംഗ് സൗണ്ടാണ് വരിക. അപ്പോൾ നമ്മൾ എന്തായാലും അയച്ചിട്ടുണ്ട്. ആ കയറ്റുന്ന സമയത്ത് ആ മണ്ണും വെള്ളം ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് പക്കയാക്കിയിട്ട് വേണം കയറ്റാൻ. അപ്പോൾ പിന്നെ ആ സൗണ്ട് നമുക്കിതിനകത്ത് വരില്ല. അപ്പോൾ ഇന്നോടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് വേറെ സസ്പെൻഷൻ പാർട്സോ വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. സർവീസും ഓയിൽ സർവീസും കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ ആ ഓയിൽ ലീക്കുമാണ് ചെയ്തത്. ഓയിൽ ലീക്ക് നമ്മൾ കുറച്ച് നേരം റണ്ണിങ്ങിൽ ഇട്ടു, കുഴപ്പമൊന്നുമില്ല, ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വണ്ടി ഓക്കെയാണ്. പിന്നെ ഈ ഡീസൽ ഫിൽറ്ററിൻ്റെ വാർണിംഗ് ലൈറ്റ് ഒരെണ്ണം കത്തിയിട്ടുണ്ട്. അത് സെൻസർ കംപ്ലൈൻ്റ് ആണ്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്തു. ഇത് ക്ലിയർ ചെയ്യാനായിട്ടൊരു പ്രൊസീജിയർ ഉണ്ട്. അത് ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ ബാക്ക് അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവും. അത് ചെയ്തിട്ട് ഇത് പോകുന്നില്ല. ഇത് സെൻസർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതിപ്പോൾ റെഡിയിൽ സ്റ്റോക്ക് ഇല്ല, അതുകൊണ്ടാണ് നമ്മളത് ചേഞ്ച് ചെയ്യാതിരിക്കുന്നത്. ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഫിൽറ്റർ കേസ് അസംബ്ലിയോട് കൂടിയിട്ടാണ് വരുന്നത്. പിന്നെ വണ്ടി ചെറിയൊരു ഷിവറിംഗ് ഉണ്ട്, ഈ സ്റ്റിയറിംഗ് ചെറിയൊരു ഷിവറിംഗ് ഉണ്ട്. അത് ടയർ ഇത്തിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ആ ഷിവറിംഗ് വരുന്നത്. അപ്പോൾ അത് വീൽ അലൈൻമെൻറ്റ് ബാലൻസിങ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി ശരിയാവും, ഇല്ലെങ്കിൽ ടയർ ഒന്ന് റൊട്ടേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.